ഹെൽത്തി എന്ന് വിചാരിച്ച് നിങ്ങൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളാണ് നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയ്ക്കാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലപ്പോഴും ഷുഗർ വന്നു കഴിയുമ്പോൾ, ഡയബറ്റിസ് വന്നു കഴിയുമ്പോൾ അത് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് എന്ത് മരുന്ന് കഴിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണമെന്നാണ് പലരും ചിന്തിക്കുക. എന്നാൽ ഈ പറയുന്ന 3 ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ, അതായത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രമേഹം കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിൽ തന്നെ രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന ഭക്ഷണം നിങ്ങൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങൾ ഹെൽത്തി ആണെന്ന് പറഞ്ഞ് സ്ഥിരമായി കഴിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനെ ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് 2 തരത്തിലാണുള്ളത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഇതിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് ജന്മനാ തന്നെ ബീറ്റാ സെൽസിൽ നിന്നും ഇൻസുലിൻ ചുരക്കുന്നില്ല. അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ബീറ്റാ സെൽസ്, ആ കോശങ്ങളിൽ നിന്നും തീരെ ഇൻസുലിൻ ചുരക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പുറമെ നിന്നൊരു ഇൻസുലിൻ പ്രവർത്തനത്തിന് കൊണ്ടുവന്നേ മതിയാവൂ. എന്നാൽ മാത്രമേ ഭക്ഷണം ദഹിക്കാനായിട്ടും പ്രോപ്പർലി നമുക്ക് എനർജി ഉൽപ്പാദനത്തിന് കിട്ടാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കുക എന്ന് പറയുന്നത് തീരെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അങ്ങനെയല്ല. എന്താണ് ഈ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിൽ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഇൻസുലിൻ ചുരക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുന്നില്ല, റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, അതിന് പ്രതികരിക്കുന്നില്ല. ഇൻസുലിൻ ചുരക്കുന്നുണ്ട് എന്നാൽ അതിന് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആഹാരം കഴിക്കുന്ന ടൈമിൽ, ഓവർ ഗ്ലൂക്കോസ് ലോഡാവുന്ന ടൈമിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് ഇൻസുലിൻ ചുരക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ കോശങ്ങൾ, മറ്റ് അവയവങ്ങൾ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ട്, ഒരു തടസ്സമായിട്ട്, അതായത് കേൾക്കാത്ത പോലെ, ബധിരനെ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇൻസുലിൻ ചുരക്കുന്നുണ്ട് എന്ന ആക്ഷനിൽ വരുന്നില്ല. ഇതാണ് പലപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം വരുന്ന ടൈമിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വന്നു കഴിഞ്ഞു, അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും പറയാറുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രമല്ല, നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണോ എന്ന് അറിയാൻ വരെ ടെസ്റ്റുകളുണ്ട്. HbA1c, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ, അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പലപ്പോഴും 6 കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്. എന്നാൽ 6-നും 7-നും ഒരു ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ കൺട്രോളിലല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്ത് മെഡിസിൻ കഴിക്കും, ഏത് മരുന്ന് കഴിച്ചാലാണ് നമുക്കിത് കൺട്രോളിൽ കൊണ്ടുവരാം. അലോപ്പതി കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും മെഡിസിൻസ് എടുക്കണം, ഹോമിയോ എടുക്കണം, ആയുർവേദം എടുക്കണം, ഇങ്ങനെ പല കൺഫ്യൂഷൻസാണ്. അപ്പോൾ ഇതിനൊക്കെ മുന്നേ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഡയബറ്റിസ് എന്ന് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ HbA1c ഒരു 6 to 7 ഈ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ ഈ 3 ഭക്ഷണം, പലപ്പോഴും നിങ്ങളത് ഹെൽത്തി ആണെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മളത് കഴിക്കുന്നത്. അത് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്, ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം വരുന്നത് ഫ്രൂട്ട് ജ്യൂസസ് ആണ്. അപ്പോൾ പഴങ്ങളിൽ ജ്യൂസസ് ആണ് നമ്മൾ എന്താ വിചാരിക്കുക, ഫ്രൂട്ട്സ് നല്ലതല്ലേ, അതിൻ്റെ പഞ്ചസാര ഇല്ലാണ്ടായാലും അതങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കൺട്രോളിൽ വരും, അല്ലെങ്കിൽ അത് ഹെൽത്തി ആണ് എന്ന് വിചാരിച്ച് അത് എടുക്കലുണ്ട്. പക്ഷേ ഫ്രൂട്ട്സിനെ നമ്മൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് ജ്യൂസായിട്ട് കഴിക്കുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഫ്രൂട്ട്സിനെ അതേപടി കഴിക്കുന്ന ടൈമിൽ അതിൽ നാരുകൾ അധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഷുഗർ ഹൈപ്പ് വരാനുള്ള സാധ്യത കുറവാണ്. അതായത് അതിൻ്റെ ആ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിരിക്കും. നാരുകളെല്ലാം മിക്സപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഡൈജഷൻ സ്ലോ ആയിട്ടാണ് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നമ്മളത് അരച്ച് ജ്യൂസായിട്ട് കുടിക്കുന്ന ടൈമിൽ പലപ്പോഴും നമ്മളത് സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ നാരുകളൊക്കെ കളഞ്ഞിട്ടായിരിക്കും കുടിക്കുന്നുണ്ടാവുക. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ശരീരത്തിൽ ഭയങ്കര ഹൈപ്പ് ആവാനായിട്ടൊരു കാരണമാകും. ഇത് നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ഒരിക്കലും കൊണ്ടുവരില്ല, ഇത് കൂട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊരു മേജർ മിസ്റ്റേക്കാണ്. ഫ്രൂട്ട്സ് അതേപടി കഴിക്കാൻ ശ്രദ്ധിക്കുക, അത് ജ്യൂസായിട്ട് കഴിക്കരുത്. അതിൽ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ്, നമ്മുടെ കേരളീയരുടെ പ്രിയപ്പെട്ട നമ്മുടെ നേന്ത്രപ്പഴം, അതേപോലെ തന്നെ പഴുത്ത മാമ്പഴം, ചക്ക, തണ്ണിമത്തൻ, ഗ്രേപ്സ്, മുന്തിരി, ഇതിലൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. അപ്പോൾ ഇത് പരമാവധി ഈ ഒരു ഫ്രൂട്ട്സ് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് ആയിരിക്കും എടുക്കാൻ പറ്റുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഓറഞ്ച് എടുക്കാം, അതേപോലെ തന്നെ പപ്പായ വളരെ നല്ലതാണ്, പേരക്ക നല്ലതാണ്, അതുപോലെ കുക്കുംബർ എന്ന് പറഞ്ഞ കക്കരിക്ക, ഇതൊക്കെ വളരെ ഇഫക്റ്റീവാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാം, അവക്കാഡോ, ഇതും നല്ലതാണ്. കൂടുതൽ പഴുത്ത ഫ്രൂട്ട്സിലെല്ലാം തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെയധികം ഹൈപ്പായിരിക്കും. ഇത് പറയാനായിട്ടുള്ള കാരണം
പലപ്പോഴും ഈ ഒരു സീസണൽ ഫ്രൂട്ട്സ് നമുക്ക് നല്ലതാണ്. അപ്പോൾ പഴുത്ത മാമ്പഴമൊക്കെ ഒരു ദിവസം 4ഉം 5ഉം ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ HbA1c ചെക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ FBS ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അത് കൂടി കാണാൻ ചാൻസ് ഉണ്ട്. ഇനി വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റും കൂടി കാണാൻ ചാൻസ് ഉണ്ട്. അതിന് ഈ ഒരു വസ്തു തന്നെയാണ് പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫ്രൂട്ട് ജ്യൂസാണ്. രണ്ടാമത്, നമ്മൾ ഹെൽത്തി ആയിട്ട് എന്നും ഉച്ചയ്ക്ക് നമ്മൾ എടുക്കുന്ന ഭക്ഷണം, അരിഭക്ഷണം, അതിലും നമ്മൾ തവിടൊക്കെ കളഞ്ഞ് വളരെ വൈറ്റായിട്ട് പോളിഷ്ഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ എന്താ ഡോക്ടർ ഈ പോളിഷ്ഡ് റൈസും ഈ തവിട് കളയാതെ എപ്പോഴും ഈ തവിട് ഉള്ള അരി എടുക്കാൻ പറയുന്നുണ്ട്, മില്ലറ്റ്സ് എടുക്കാൻ പറയുന്നുണ്ട്, രണ്ടും ഈ കാർബോഹൈഡ്രേറ്റ് തന്നെയല്ലേ, രണ്ടും അന്നജം തന്നെയല്ലേ, പിന്നെ എന്താ ഇപ്പോൾ ഇതിലൊരു ഡിഫറൻസ് എന്ന് ചോദിക്കും. അത് പറയാനുള്ളത്, ഈ വൈറ്റ് റൈസിൽ ഫുൾ റിഫൈൻഡ് ആണ്, അതായത് അതിൻ്റെ നാരുകളും ഫൈബർ പോർഷനും എല്ലാം കളഞ്ഞിട്ടാണ് അതിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്ന ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ഇതിൽ മെയിനായിട്ട് സ്റ്റാർച്ച്, അന്നജം മാത്രമാണുള്ളത്. കഴിക്കുന്ന ടൈമിൽ ഷുഗർ ഹൈപ്പ് പെട്ടെന്ന് കൂടും, ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് കൂടും, ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് കൂടും, ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. എന്നാൽ ഈ ഒരു തവിട് കളയാത്ത അരി, അതേപോലെ ചുവന്ന അരി, ഇതിൽ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ, ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇതിൽ നാരുകളും ഫൈബറും അതുപോലെ വേറെ ന്യൂട്രിയൻസ്, പോഷകങ്ങളൊക്കെ മിക്സപ്പ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡൈജഷൻ സ്ലോ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് കഴിച്ച ഉടനെ തന്നെ ഇത് ഫില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ഇത് വെള്ളരി കഴിക്കുന്നവർക്ക് പെട്ടെന്ന് വിശപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇത് കഴിക്കുന്നവർക്ക് വിശപ്പ് ഒരു ഫില്ലിംഗ് ആയിട്ട് തോന്നും, സ്ലോ ആയിട്ടാണ് ഡൈജഷൻ തുടങ്ങുക. മെല്ലെ പ്രോട്ടീനും അതേപോലെ തന്നെ അതിലുള്ള ഫൈബർ, നാര് ഒക്കെ തന്നെ കഴിഞ്ഞ് മെല്ലെ സ്ലോ ബൈ സ്ലോ ആയിട്ടാണ് ഇതിൽ ഷുഗർ സ്പൈക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കണം, അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോളിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ കഴിക്കുന്ന വെളുത്ത അരി ഒന്ന് മാറ്റി വെച്ചിട്ട് അതിന് പകരം നിങ്ങൾ ചുവന്ന അരി, അതേപോലെ തന്നെ തവിട് കളയാത്ത അരി, ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ നമ്മൾ മൂന്നാമത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, റിഫൈൻഡ് ഓയിലുകളാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റിഫൈൻഡ് ഓയിലുകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നീർക്കെട്ട് കൂട്ടാനാണ് അത് കാരണമാവുന്നത്. പലപ്പോഴും അത് പല പ്രോസസ്സുകളിലൂടെയും പോയിട്ട്, അതായത് ആ ഒരു എണ്ണ എന്ന് പറയുന്നത് ഫുൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ചില കെമിക്കൽസ് അവർ ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അത് നല്ലോണം ചൂടാക്കി അതിൻ്റെ ഒരു പോഷക വാല്യൂ തന്നെ കംപ്ലീറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിഫൈൻഡ് ഓയിൽ ശരീരത്തിൻ്റെ നീർക്കെട്ട് കംപ്ലീറ്റ് കൂട്ടും. അപ്പോൾ ഈ നീർക്കെട്ടാവുന്ന സമയത്ത് ഇൻസുലിൻ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതിന് കേൾക്കുകയില്ല, അതിന് റെസ്പോണ്ട് ചെയ്യുകയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ വളരെ ഹൈപ്പ് ആവാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം, ഈ ഒരു റിഫൈൻഡ് ഓയിലിന് പകരം നിങ്ങൾക്ക് എന്ത് ഓയിലാണ് മാറ്റി ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ചെക്കിലാട്ടിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നല്ലെണ്ണ അല്ലെങ്കിൽ കടലെണ്ണ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓയിൽ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ പ്രോസസ്സിങ്ങിനും എല്ലാമാതിരി കുക്കിങ്ങിനും ഒരേ മാതിരിയുള്ള ഓയിലല്ല ഉപയോഗിക്കേണ്ടത്. കുറച്ചുകൂടെ ഹീറ്റിൻ്റെ കപ്പാസിറ്റി കൂടുതലുള്ള, അധികം ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. കുറച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാനായിട്ട് ഒന്ന് വഴറ്റാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ, അതേപോലെ ഗ്രൗണ്ട്നട്ട് ഓയിൽ, കടലെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങളുടെ കിച്ചണിലുള്ള ഓയിൽ എന്താണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അത് റിഫൈൻഡ് ഓയിലാണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ഇത് മൂന്നെണ്ണം ഒരു ചാലഞ്ചായിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കംപ്ലീറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. ഒരു 30 ദിവസത്തിന് ഈ പറഞ്ഞ 3 ഭക്ഷണങ്ങൾ, 3 ഐറ്റംസ് നിങ്ങൾ മാറ്റി വെച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ദിവസവും നിങ്ങളുടെ FBS എന്ന് പറഞ്ഞ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലോ റിലേറ്റീവ്സിലോ ഷുഗർ കൺട്രോളിലല്ലാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ ഈ 3 ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൺട്രോൾ എന്ന് പറഞ്ഞ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാന ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.